പ്യാരെ ബച്ചോ ആദാബ്. ഇന്ന് നമുക്ക് എല്ലാ നസ്മുകളുടെയും മലയാളം എക്സ്പ്ലനേഷൻ ഒന്ന് ചർച്ച ചെയ്യാം. നിങ്ങളുടെ നിരന്തരമായിട്ടുള്ള കമൻസാണ് എന്നെ ഈ ഒരു വീഡിയോയിലേക്ക് നയിച്ചത്. ഏറെ വൈകിയാണെങ്കിലും തീർച്ചയായിട്ടും ഇത് മക്കൾക്ക് ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ നസ്മുകളെ നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിലുള്ളൂ. ആദ്യത്തേത് നമുക്കൊരു ഗസലാണ് പഠിക്കാനുള്ളത്. പിന്നെ ബാക്കി 3 നസ്മുകളാണ് ഉള്ളത്. അതിലൊരു നസ്മ് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നസ്മ് ഹവ, ലാസ്റ്റത്തെ യൂണിറ്റിലുള്ളത്. അപ്പോൾ അതിൽ പിന്നെ നമ്മുടെ സെക്കൻഡ് പാർട്ട് ഷുവർ ക്വസ്റ്റ്യൻസ് ചെയ്ത സമയത്ത് അതിൻ്റെ പിന്നെ സിമ്പിളായിട്ടുള്ള മത്ലബും അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് അതിൻ്റെ മത്ലബ് പഠിക്കുക. ബാക്കിയുള്ള നസ്മുകളുടെയും ഗസലിൻ്റെയും മത്ലബുകൾ, സിമ്പിളായിട്ടുള്ള മത്ലബുകൾ ഷുവർ ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് പാർട്ടിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഫസ്റ്റത്തെ ഗസലൊന്ന് നോക്കാം. മുഹബ്ബത്ത് ഇൻസാനിയത്ത് കാ സബ്സെ ഖീമത്തി ജൗഹർ ഹെ. സ്നേഹമാണ് മനുഷ്യത്വത്തിന്റെ ഏറ്റവും വിലപിടിപ്പുള്ള വൈരക്കല്ല് എന്ന് പറയുന്നത്. ഈ ഹമൈം ഇൻസാൻ ബനാത്തി ഹെ. ഇതാണ് നമ്മളെ മനുഷ്യനാക്കുന്നത്. ഏത്? മുഹബ്ബത്ത്. ഈ മുഹബ്ബത്ത് ഖുഷി ഔർ ഇത്മിനാൻ ബഖ്ഷതി ഹെ. സ്നേഹം നമുക്ക് സന്തോഷവും മനസ്സമാധാനവും. അല്ലെ, ഇത്മിനാൻ എന്ന് പറഞ്ഞാല് മനസ്സമാധാനം. ഭക്ഷണ എന്ന് പറഞ്ഞാൽ നൽകുക, ഭക്ഷതേഹ നൽകുന്നു. ജിന്ദഗി കോ ഖൂബ്സൂരത് ബനാത്തി ഹെ. ജീവിതത്തെ നമ്മളെ മനോഹരമാക്കി തരുന്നു. ഉറുദു ഗസൽ മേ മുഹബ്ബത്ത് കാ യഹി പൈഗാം ഹമേ മിൽത്താ ഹെ. ഉറുദു ഗസലുകളിലൂടെ സ്നേഹത്തിന്റെ ഒരു സന്ദേശമാണ് നമുക്ക് ലഭിക്കുന്നത്. ആയേ ഹം മിൽജുൽക്കർ ഗസൽ കെ ഉസ് ജാദു കാ ലുത്ഫ് ഉടായി. നമുക്ക് ഗസലിന്റെ ഈ ഒരു മായാജാലത്തെ നമുക്ക് ആസ്വദിക്കാം. നമ്മുടെ ഫസ്റ്റത്തെ ഗസല് നമുക്ക് ആകെ ഒരു ഗസൽ തന്നെ ഉള്ളൂ. നമ്മുടെ ഗസൽ എഴുതിയിട്ടുള്ളത് ആരാണ്? ഗോപാൽദാസ് നീരജാണ്. അല്ലെ, ഗോപാൽദാസ് നീരജാണ്. ഒന്നാമത്തെ ഷീർ നോക്കൂ. അബ് തോ മസ്ഹബ് കോയി ഐസാ ബി ചലായ ജായേ ജിസ്മീൻ ഇൻസാൻ കോ ഇൻസാൻ ബനായ ജായേ. ഇതിൽ പറയുന്നത് അബ് തോ മസ്ഹബ് കോയി ഐസാ ബി ചലായ ജായേ. അതായത് ഇവിടെ ഷായർ ആഗ്രഹിക്കുന്നത് ഒരു പുതിയ മതം, അതായത് എല്ലാ മതങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് മനുഷ്യനെ മനുഷ്യനാകാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ പരസ്പരം കലഹിക്കാൻ വേണ്ടിയിട്ട് ഒരു മതങ്ങളും നമ്മെ പഠിപ്പിക്കുന്നില്ല. അപ്പോൾ ഇതിൽ നമ്മോട് പറയുന്നത് ഷായർ കഹ്താ ഹെ കെ അബ് ഐസെ മസ്ഹബ് കി സരൂരത്ത് ഹെ. ഷായർ ഇത്തരത്തിലുള്ള ഒരു മസ്ഹബാണ്, ഒരു മതമാണ് ആഗ്രഹിക്കുന്നത്. എങ്ങനെയുള്ളത്? ജോ നഫ്രത്ത് ഔർ തഫ്രീഖ് പൈദാ ന കരെ. അതായത് വെറുപ്പിനെയും വിവേചനത്തെയും ഇല്ലായ്മ ചെയ്യുന്ന ഒരു, അതിനെ പാടെ തുടച്ചു നീക്കുന്ന ഒരു മതത്തിനെയാണ് ഇവിടെ ഷായർ ആഗ്രഹിക്കുന്നത്. അതിലെ ഇൻസാനിയത്ത്, ആ മതം എങ്ങനെയാകണം? ഇൻസാനിയത്ത് കോ സിഖാന ചാഹിയെ. അല്ലെ, ആ മതം മനുഷ്യത്വം പഠിപ്പിക്കുന്നതാവണം. और उसमें മുഹബ്ബത്ത് और रवादारी और ബരാബരി. അല്ലെ, തുല്യതയും സ്നേഹവും സഹിഷ്ണുതയും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു മതമായിരിക്കണം നമുക്ക് വേണ്ടത്. അപ്പോൾ ഒരു മതങ്ങളും നമ്മളെ പരസ്പരം കലഹിക്കാനായിട്ട് പഠിപ്പിക്കുന്നില്ല. എല്ലാ വിഭാഗങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് മനുഷ്യനായി മാറുക എന്നുള്ളതാണ്. ഹം കൈസെ എക് ഇൻസാൻ ബനെ. നമ്മൾ എങ്ങനെയാണ് നല്ലൊരു മനുഷ്യനായിട്ട് മാറുക എന്നുള്ളത്. അതിൻ്റെ തൊട്ടടുത്ത ലൈൻ നോക്കൂ. ജിസ്കി ഖുശ്ബു സെ മെഹക് ജായേ പടോസി കാ ബി ഘർ. അതായത് ഈ ഒരു ഇൻസാൻ, ഈ ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണം? ഉൻകി ഖുശ്ബു സെ, അവൻ്റെ സുഗന്ധം കൊണ്ട്. മെഹക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? സുഗന്ധം. ഉൻകി ഖുശ്ബു സെ, അവൻക്ക് ഖുശ്ബു എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് അവൻ്റെ നേക്കി അമൽ, അതായത് നല്ല പ്രവർത്തികൾ കൊണ്ട് ആ ഒരു സുഗന്ധം എവിടെ വരെ എത്തണം? ഉൻക പടോസി കാ ബിഘർ, അവൻ്റെ തൊട്ടടുത്ത വീടുകളിൽ എത്തുന്ന പോലെയുള്ള നല്ല പ്രവർത്തനങ്ങളായിരിക്കണം, നന്മയുള്ള പ്രവർത്തനങ്ങളായിരിക്കണം. ഫൂൽ ഉസ് കിസ്മ ക ഹർ സിമത് ഖിലായ ജായേ. അതായത് എല്ലായിടത്തും വിരിയുന്ന തരത്തിലുള്ള ഒരു പൂവായിരിക്കണം എന്ന് പറഞ്ഞാൽ അവൻ്റെ പ്രവർത്തനങ്ങൾ, അവൻ്റെ നന്മകൾ എല്ലായിടത്തും പ്രകാശിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളായിരിക്കണം. നെക്സ്റ്റ് ലൈൻ നോക്കൂ. ആഗ് ബഹത്തി ഹെ യഹാം ഗംഗാ മേ ജീലം മേ ഭി കോയി ബത്ലായേ കഹാം ജാക്കെ നഹായ ജായേ. ആഗ് ബഹത്തി ഹെ, ഇവിടെ ആഗ് ബഹത്തി ഹെ എന്ന് ഉള്ളത് കൊണ്ട്, ആഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ മാന? തീ എന്നുള്ളതാണ്. ഇവിടെ ഈ ഗംഗയും ജീലവും രണ്ടും നദികൾക്കും നല്ല പ്രത്യേകതയുണ്ട്. അതായത് ഗംഗാ നദിയെ
ഗംഗാ നദിയിൽ പോയി കുളിച്ചു കഴിഞ്ഞാൽ എല്ലാ പാപക്കറകളും അവിടെ കഴുകിക്കളഞ്ഞു എന്നാണ് അർത്ഥം. അതേപോലെ തന്നെ ഒരു വിശ്വാസമുള്ള ഒരു നദിയാണ് ജീലം നദി. അത് ഏഷ്യയിലുള്ള ഒരു നദിയാണ്. അപ്പോൾ ഈ ഒരു നദിയിലും നമ്മുടെ ഗംഗ എന്ന് പറയുന്ന ഈ ഒരു നദിയിലും ഇന്ന് ആഗ് ബഹ്തീഹ്, തീയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ മനുഷ്യന്മാർ നമ്മൾ ചെയ്തു പോയിട്ടുള്ള പാപക്കറകൾ കൊണ്ട് ഇന്ന് ആ രണ്ട് നദികളും എന്തായി പോയിട്ടുണ്ട്, ആലുദഗി ഹോ ഗയി ഹെ അല്ലേ, അത് രണ്ടും മലിനമായി പോയിട്ടുണ്ട്. കോയി ബത്ലായേ കഹാം ജാക്കെ നഹായ ജായ്. പിന്നെ ഷായർ ചോദിക്കുകയാണ്, ഇനി ആരെങ്കിലും ഒന്ന് പറയോ ഇനി എവിടെ പോയി കുളിക്കണമെന്ന്, അതായത് ഈ പാപക്കറകളെല്ലാം എവിടെ പോയി കഴുകണമെന്ന് നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറയോ. കാരണം അത്രത്തോളം മനുഷ്യൻ്റെ ചെയ്തികൾ ഇന്ന് മാറിപ്പോയിട്ടുണ്ട്. മനുഷ്യൻ്റെ പിന്നെ പരസ്പരം ശത്രുത പുലർത്തുന്ന, വെറുപ്പും വിദ്വേഷം വെച്ച് പുലർത്തുന്ന ഈ മനുഷ്യൻ്റെ പാപക്കറകൾ ഇനി നമ്മൾ എവിടെ പോയി കഴുകുമെന്നാണ് ഇവിടെ ഷായർ പറയുന്നത്. അപ്പോൾ എല്ലാ മതവിഭാഗങ്ങളും സ്നേഹം അല്ലേ, അതാണ് മനുഷ്യൻ എങ്ങനെയാവണം, മനുഷ്യൻ്റെ മനസ്സിൽ സ്നേഹമുണ്ടെങ്കിലേ നമുക്ക് മറ്റൊരു മനുഷ്യനെ സ്നേഹിക്കാനായിട്ട് കഴിയുകയുള്ളൂ. ആ മനുഷ്യന് തിരിച്ച് സ്നേഹം കിട്ടണമെങ്കിൽ അയാളുടെ നന്മയുള്ള പ്രവർത്തനങ്ങളും അത്യാവശ്യമാണ്. അപ്പോൾ നന്മയുള്ള പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രകാശിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണമെന്നാണ് കവി ഈ വരികളിലൂടെ പറയുന്നത്. യാനി ദുനിയ കെ ഹർ കോനേമേം, ലോകത്തിൻ്റെ എല്ലാ മൂലകളിലും ജുൽമ, നഫ്രത്ത് और ഫസാദ് ബഡ്താ ജാ രഹാ ഹെ, അക്രമങ്ങളും വെറുപ്പുകളും വിദ്വേഷങ്ങളുമാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഉസ് ഹാലത്ത് മേ, ഈ ഒരു അവസ്ഥയിൽ ലോക് സച്ചായി ഓർ അമൻ കഹാം തലാഷ് കരേങ്കെ, ആളുകൾ എവിടെ പോയാണ് നന്മകളും അതേപോലെ സമാധാനവും എവിടെ പോയി അന്വേഷിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പാപക്കറകളെല്ലാം കഴുകിക്കളഞ്ഞ് നമുക്ക് സമാധാനം കിട്ടുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇന്ന് കവി പറയുന്നത് ജീലം ഔർ ഗംഗ, ഈ രണ്ട് നദികളിലും പാപക്കറകൾ കൊണ്ട് അത് മുഴുവൻ മലിനമായിട്ടുണ്ട്. ഇനി നമ്മൾ എവിടെ പോകും, നമുക്ക് എവിടെ നിന്ന് സമാധാനം കിട്ടും എന്നുള്ളതാണ് കവി ചോദിക്കുന്നത്. ഇനി അടുത്ത ഭാഗം നോക്കൂ. प्यार का होन हुआ क्यों ये समझने के लिए हर अंधेरे को उजाले में बुलाया जाए. ഇന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് പ്യാർ കാ ഹോൻ ഹെ, സ്നേഹത്തിൻ്റെ രക്തമാണ് ഇന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ക്യോങ്കെ, എന്തുകൊണ്ടാണ്, ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സമജ്നേക്കേൽ, ഇത് മനസ്സിലാക്കണമെങ്കിൽ ഹർ അന്ധേരേക്കോ, എല്ലാ അന്ധകാരങ്ങളെയും ഉജാലേമേ ബുലായ ജായ്, എല്ലാ അജ്ഞതയെയും നമ്മൾ എന്ത് ചെയ്യണം, വെളിച്ചത്തിൽ കൊണ്ടുവരണം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്തുകൊണ്ടാണ് ഈ സ്നേഹത്തിൻ്റെ രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. मेरे दुख दर्द का तुझ पर हो असर कुछ ऐसा, मेरे हम भूखा तो तुझसे भी न खाया जाए. मेरे दुख, എൻ്റെ ദുഃഖവും, ദർദ് എന്ന് പറഞ്ഞ വേദന, തുജ് പർ ഹോ അസർ കുച്ച് ഐസ, നിന്നെയും സ്വാധീനിക്കുന്ന തരത്തിലായിരിക്കണം. മേരെ ഹൂ ഭൂഖാത്തോ തുജ്സേ ബി ന ഖായാ ജായ്, നീ കഴിച്ചിട്ടില്ലെങ്കിൽ എന്താവണം, ഞാനും വിശന്നിരിക്കുന്നവനായിരിക്കണം. അങ്ങനെയുള്ള ഒരു ചിന്താഗതിയിൽ നമ്മൾ എത്തപ്പെടണം. ജിസ്മ ദോ ഹോകെ പി ദിൽ ഏക് ഹോ അപ്പനെ ഐസെ, ശരീരങ്ങൾ രണ്ടാണെങ്കിലും ദിൽ ഏക് ഹോന ചാഹിയെ, മനസ്സുകൾ ഒന്നായിരിക്കണം. മേര ആൻസു, എൻ്റെ കണ്ണുനീർ, തേരെ പലക്കോം സെ ഉഡായ ജായ്, പലക്കോം എന്നിവർ കൺപോളകൾ, അതായത് എൻ്റെ കണ്ണുനീര് എവിടെ വരണം, നിന്റെ കൺപോളയിലൂടെയാണ് ഒഴുകിക്കൊണ്ടിരിക്കേണ്ടത്. ഗീത് അൻമൻ ഹേ, അതായത് ഈ ഒരു ഗീതം എന്ന് പറയുന്നത് ഒരു മൗനമാണ്, ഒരു സൈലന്റ് ആൻഡ് ഹാപ്പിനെസ് ആണ്. ഗസൽ ചുപ് ഹേ, ഗസലെല്ലാം എന്തായിപ്പോയി, നിശബ്ദതയായിക്കൊണ്ടിരിക്കുന്നു. ആ റുബായി ഹെ ദുഃഖി, റുബായികൾ എന്ന് പറയുമ്പോൾ 4 വരി കവിതയ്ക്കാണ്, അതെന്തായി, ശോകമായിരിക്കുകയാണ്. ഐസെ മാഹുൽമേ, ഈ ഒരു അവസ്ഥയിൽ മേം നീരജ് കോ ബുലായ ജായേ, കവി പറയാണ്, കവിനെ തന്നെ പറ്റി പറയാണ്, ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഞാൻ നീരജിനെയാണ് വിളിക്കുന്നത്. അപ്പം നീരജിനെ വിളിച്ചു കഴിഞ്ഞാൽ എന്താണ്, നീരജ് ആ ഒരു സംഭവം പറഞ്ഞു തരും അല്ലേ, എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടത്, ഇനി നമുക്ക് ഈ ഒരു അവസ്ഥയിൽ നിന്നും എങ്ങനെ നമുക്ക് മുക്തി നേടാം. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു ഗസൽ പറഞ്ഞു തരണമെങ്കിൽ നീരജ് പറയാണ്, നീരജിനെ വിളിച്ചോളൂ. ഓക്കെ, പിന്നെ ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക. ഇതിൽ ടോട്ടലി പറയുന്നത് എന്താണ്, ഇൻസാൻകോ, മനുഷ്യനെ നമ്മൾ ഒരിക്കലും വർണ്ണത്തിൻ്റെ പേരിലോ വർഗത്തിൻ്റെ പേരിലോ ഭാഷയുടെ പേരിലോ മതത്തിൻ്റെ പേരിലോ നമ്മൾ ഒരിക്കലും വ്യത്യാസങ്ങൾ കാണിക്കാൻ പാടില്ല.
ബൽക്കെ ഉസ്കി അക്ദാർ അവൻ്റെ മൂല്യങ്ങളെ, അഖ്ലാഖ് അവൻ്റെ സ്വഭാവത്തെ, और इंसानियत से पहचानना चाहिए അവൻ്റെ സ്വഭാവവും മനുഷ്യത്വത്തെയും നമ്മൾ തിരിച്ചറിയുക. അതനുസരിച്ച് നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുക. ഇനി നമുക്ക് അടുത്ത നസ്മ നോക്കാം. ദർസെ അമൽ ഇത്തിഹാദ് ഹി തർക്കിക്ക് ബുനിയാദ് ഹെ. ഐക്യമാണ് ഒരു പുരോഗതിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഹമേं एक दूसरे के साथ देते हुए आगे बढ़ना है. एक दूसरे के साथ ഒരാൾ മറ്റൊരാളുടെ കൂടെ കൂടുമ്പോഴാണ് നമ്മൾ മുന്നേറുന്നത്. അഗർ ഹം സബ് മിൽക്കർ ഇത്തിഹാദ് കെ സാത്ത് കാം കരേതോ, നമ്മൾ ഒരുമിച്ചിട്ട് ഐക്യത്തോടു കൂടെ പ്രവർത്തിക്കുകയാണെങ്കിൽ അപ്പനെ മുൽക്കോ നമ്മുടെ രാജ്യത്തിൻ്റെ തർക്കിക്ക് ബുലന്തിയോം തക്ക് പഹുഞ്ചാ സത്തേ, നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയെ നമുക്ക് ഹൈ ടോപ്പിലെത്തിക്കാം. ആയേ ഹം ഉസ് നസ്മുക്കോ മിൽക്കർ പഠേ. നമുക്ക് ഈ ഒരു നസ്മ നമുക്ക് ഒരുമിച്ച് ഒന്ന് പഠിക്കാം. ഉഠോ കദം കദം സെ മിലാത്തെ ചലേ ചലോ സബ് മിൽക്കെ ഏക് രാഹ് ബനാത്തെ ചലേ ചലോ. ഈ ഒരു കവിതയിലൂടെ ഷായർ സാദത്ത് നസീർ പറയുന്നത് എന്താണ്? പരസ്പരം പിന്തുണച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. നമുക്ക് മുന്നേറണമെങ്കിൽ പരസ്പരം പിന്തുണ വേണം. ഉഡോ കദം കദം സെ മിലാത്തെ ചലേ ചലോ, ഓരോ ചുവടുകളും സബ് മിൽക്കർ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മുന്നേറാം. ഓരോ ചുവടുകളും നമുക്ക് ഒരുമിച്ച് മുന്നേറാം. സബ് മിൽക്ക് ഏക് രാഹ് ബനാത്തെ ചലേ ചലോ, എല്ലാവർക്കും കൂടെ ഒറ്റ വഴി ഉണ്ടാക്കാം. ആ ഒറ്റ വഴി എന്ന് പറയുന്നത് എന്താണ്? ഇത്തിഹാദ് ഔർ എക്ജായത്തി പൈതാക്കാരോ, നമ്മൾ ഐക്യത്തോടു കൂടെ മുന്നേറാനാണ് പറയുന്നത്. എല്ലാവരും ഒരുമിച്ച് ഐക്യത്തോടു കൂടെ മുന്നേറിക്കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യസ്ഥാനം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കൈവരിക്കാം. മൻസിൽ കെ ധുൻമേ ഝൂമത്തെ ഗാത്തെ ചലേ ചലോ ഹർ മർഹലേക്കോ സഹൽ ബനാത്തെ ചലേ ചലോ. മൻസിൽ കെ ധുൻമേ ഝൂമത്തെ എന്ന് പറഞ്ഞാൽ മൻസിൽ കെ ജസ്ബേ മേ ഖുഷി ഔർ ജോഷ് സേ ആകെ ബഡോ, നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് നമ്മൾ വളരെ സന്തോഷത്തോടു കൂടെ അതേപോലെ വളരെ ആവേശത്തോടു കൂടെ മുന്നേറണം. ഹർ മർഹലേക്കോ, ഓരോ ഘട്ടങ്ങളെയും ഓരോ പ്രയാസപ്പെട്ട ഘട്ടങ്ങളെയും ഹം മെഹനത് സെ ആസാൻ ബനാത്തെ ചലേ ചലോ, നമ്മൾ നമ്മുടെ അധ്വാനം കൊണ്ട് വളരെ സഹൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എളുപ്പമാക്കുക. എളുപ്പം എന്നുള്ളതാണ് സഹൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മളെ പ്രയാസങ്ങളെ ഹമാരെ മെഹനത് സെ ആസാൻ ബനാത്തെ ചലേ ചലോ, നമ്മുടെ പ്രയാസഘട്ടങ്ങളെ പ്രശ്നങ്ങളുള്ള ഘട്ടങ്ങളെ നമ്മുടെ നിരന്തരമായ പ്രയത്നം കൊണ്ട് അതിനെ എളുപ്പമാക്കി തീർക്കുക. നെക്സ്റ്റ് ലൈൻ നോക്കൂ. തഫ്രീഖ് രംഗ് വനസൽ മിട്ടാത്തെ ചലേ ചലോ ഇൻസാനിയത്ത് കി ഷാൻ ദിഖാത്തെ ചലേ ചലോ. തഫ്രീഖ് എന്ന് പറഞ്ഞാൽ വിവേചനം. രംഗ് വനസൽ നിറത്തിൻ്റെ പേരിലോ വർഗത്തിൻ്റെ പേരിലോ ഉള്ള വിവേചനത്തെ നമ്മൾ എന്താക്കണം? മിട്ടാനെ, അതിൻ്റെ പാടെ നമ്മൾ തുടച്ചു നീക്കിക്കൊണ്ട് തന്നെ മുന്നേറണം. അവർ ഇൻസാനിയത്ത് കി ഷാൻ, അതായത് എല്ലാവരും തുല്യരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇൻസാനിയത്ത് കി രാഹ് പർ ഏ രാഹ് ദിഖാത്തി ചലേ ചലോ, മനുഷ്യത്വം എന്താണെന്ന് കാണിച്ചുകൊണ്ട് നമ്മൾ മുന്നേറാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ മനുഷ്യത്വത്തിൻ്റെ പാതയിലൂടെ വിവേചനങ്ങളെ പാടെ തുടച്ചു നീക്കിയിട്ട് നമ്മുടെ ലക്ഷ്യസ്ഥാനം കൈവരിക്കാനായിട്ട് നമ്മൾ മുന്നേറണം. പരസ്പരം ഒന്നിച്ച് മുന്നേറണം എന്നാണ് ഈ വരികളിലൂടെ പറയുന്നത്. എന്നിട്ട് പറയാണ് ആകെ ബഡോ, മുന്നേറൂ, മുന്നോട്ട് തന്നെ കുതിക്കൂ. രുക്കോന്നെ കിസേ രഹ് ഗുസാർ പർ, ഏത് വഴിയിലൂടെയും നമ്മൾ എന്താകണം? നമ്മൾ പോകാനായിട്ട് തയ്യാറാവണം. ഇന്ന രുക്കോ, നമ്മൾ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്. എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് നമ്മുടെ ലക്ഷ്യസ്ഥാനം കൈവരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആകെ ബഡോ, മുന്നോട്ട് തന്നെ നമ്മൾ കുതിച്ചുയരണം. ഹർ ദം സഫർ കല്ലുത്തുഫ് ഉടാത്തെ ചലേ ചലോ, നമ്മുടെ യാത്രയിലുള്ള ഓരോ നിമിഷങ്ങളെയും, ദം എന്ന് പറഞ്ഞാൽ എന്താ? നിമിഷങ്ങൾ. ഹർ ദം സഫർ കല്ലുത്തുഫ് ഉടാന, ആസ്വദിക്കുക. നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിലേക്കുള്ള ഓരോ നിമിഷങ്ങളും നമ്മൾ ആസ്വദിച്ചുകൊണ്ട് നമ്മൾ മുന്നേറണം. टूटे हुए दिलों को मोहब्बत से जोड़ दो जौहर अमल के अपने दिखाते चले चलो. ടൂട്ടേ ഹുയേ ദിലോ എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പോയ അതായത് വിള്ളൽ സംഭവിച്ചിട്ടുള്ള മനസ്സുകളെ, പരസ്പരം പിണങ്ങിയിട്ടുള്ള, പരസ്പരം കലഹിച്ച, പരസ്പരം കച്ചറ കൂടെ പിണങ്ങിയിട്ടുള്ള മനസ്സുകളെ നമ്മൾ എന്ത് ചെയ്യണം? മുഹബ്ബത്ത് സെ, സ്നേഹം കൊണ്ട് നമ്മൾ ജോഡിതോ, അവയെ നമ്മൾ ഒന്നിപ്പിക്കണം. എന്നിട്ടോ ജൗഹറെ അമൽക്കോ, അതായത് നമ്മുടെ അമൽ എന്ന് പറഞ്ഞാൽ പ്രവൃത്തി, നമ്മുടെ ഈ ഒരു തിളങ്ങുന്ന പ്രവർത്തനം നമ്മൾ ദിഖാത്തെ, മറ്റുള്ളവർക്ക് കാണിച്ചുകൊണ്ട് ചലേ ചലോ നമ്മൾ മുന്നേറണം. മറ്റുള്ളവരുടെ
നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള നന്മ ആഗ്രഹിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട്, പ്രഭ നൽകുന്ന നല്ല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ മുന്നേറാനായിട്ട് ശ്രമിക്കണം. മറ്റുള്ളവരുടെ മനസ്സിനെ ഒരിക്കലും വിഷമിപ്പിക്കാതെ, വിഷമിക്കുന്ന മനസ്സുകളെ നമ്മൾ എന്ത് ചെയ്യണം? സ്നേഹം കൊണ്ട് നമ്മൾ അതിനെ കീഴ്പ്പെടുത്തണം. चमको गगन के तारों की सूरतें जमीन पर, तुम आसमान जमीन को बनाते चले चलो. चमको गगन, गगन എന്ന് പറഞ്ഞാൽ ആകാശം, की तारों की सूरतें जमीन पर, ആകാശത്തെ നക്ഷത്രങ്ങളാണ് ആകാശത്തെ ഭംഗിയാക്കുന്നതും അതിനെ തിളക്കമുള്ളതാക്കി തീർക്കുന്നതും. അപ്പം നമ്മളോട് പറയാണ്, ജമീനിൽ നമ്മളോട് ഈ ഒരു നക്ഷത്രങ്ങളെപ്പോലെ തിളങ്ങാൻ വേണ്ടിയിട്ട്, തും ആസ്മാൻ ജമീൻ കോ ബനാത്തേ ചലേ ചലോ, നീ എങ്ങനെയാവണം? ആ തിളങ്ങുന്ന നക്ഷത്രങ്ങൾ കൊണ്ട് മനോഹരമാകുന്ന ആ ഒരു ആകാശമുണ്ടല്ലോ, അതേപോലെ നിന്നാൽ പ്രകാശിക്കുന്ന ഒരു ഭൂമിയാക്കി നീ മാറ്റണം. എങ്ങനെയാണോ ഒരു ആകാശം നക്ഷത്രങ്ങൾ കൊണ്ട് അലങ്കാരമാകുന്നത്, അതേപോലെ നിന്നെ കൊണ്ട് നിന്റെ ഭൂമി എങ്ങനെയാവണം? ഓ സൂരത്തെ ജമീൻ പർ, നിന്നിലൂടെ ആ ഒരു ഭൂമി നിന്നിലൂടെ ഒരു ഭംഗിയുള്ളതായി തീരണം. തുമാരെ അമാൽ, നിന്റെ പ്രവൃത്തികളെ ഇത്തനെ രോഷൻ ഹോങ്കെ, ഇത്രയും തിളക്കമുള്ളതായിരിക്കണം. ജമീൻ പർ ആസ്മാൻ കെ സിതാരോം കെ തരഹ് ചംകോ, ജമീൻ പർ ഭൂമിയിൽ ആകാശത്ത് എങ്ങനെയാണോ നക്ഷത്രങ്ങൾ തിളങ്ങുന്നത് അതേപോലെ ചംകോ തിളങ്ങൂ, പ്രകാശിക്കൂ. ഓർ ദുനിയാ കോ ജന്നത്ത് സൈസ ബനാദോ, നിന്റെ ലോകം നീ ഒരു സ്വർഗമാക്കി തീർക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരികളാണ്. വളരെ സിമ്പിളായിട്ട് നമുക്കതിൻ്റെ ലൈനുകൾ നമുക്ക് മനസ്സിലാക്കാം. ഇനി അടുത്ത ലൈന് നോക്കൂ. പത്ചഡ് കി രുത് में फूल खिलाना कमाल है, പത്ചഡ് की रुत में फूल खिलाते चले चलो. ഈ രണ്ട് ലൈനുകൾ നമുക്ക് എക്സാമിന് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ലൈനുകളാണ്. കാരണം നമുക്ക് പിന്നെ മോഡൽ എക്സാമിന് ഈ ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു. പത്ചഡ്കി രുത്മേ ഫുൽ ഖിലാന കമാൽ ഹെ, ഈ ഒരു തുടങ്ങുന്ന ലൈന് ഇതിൻ്റെ ആശയം എന്താണ്? അതായത് പത്ചഡ്കി രുത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇല പൊഴിയുന്ന ആ ഒരു കാലത്തെയാണ് പറയുന്നത്. ആ ഒരു കാലത്തെയാണ് പത്ചഡ്കി രുത്ത് എന്ന് പറഞ്ഞാൽ. ഈ ഒരു കാലത്തിൽ നമ്മളോട് പറയാണ് ഫൂൽ ഖിലാന കമാൽ, പൂക്കൾ വിരിയിക്കുക എന്ന് പറഞ്ഞത് എന്താണ്? കമാല്, അതൊരു അത്ഭുതമാണ്. അതായത് അത്ഭുതമായൊരു പ്രതിഭാസമാണ്. ഇല പൊഴിയുന്ന കാലത്തിൽ എങ്ങനെയാണ് പൂക്കൾ വിരിയിക്കുക? അത്രത്തോളം അത്ഭുതമായിരിക്കണം നമ്മുടെ ഓരോ പ്രവർത്തികളും. അതാണ് സെക്കൻഡ് ലൈനിൽ പറയുന്നത്. പത്ചഡ്കി രുത്മേ ഫൂൽ ഖിലാത്തേ ചലേ ചലോ, നമ്മളോട് പറയാണ് നമ്മുടെ ഓരോ പ്രവർത്തികളും എങ്ങനെയായിരിക്കണം? ഇല പൊഴിയുന്ന കാലത്തിൽ എങ്ങനെയാണ് പൂക്കൾ വിരിയിക്കുക, അങ്ങനെ നമ്മൾ പൂക്കൾ വിരിയിച്ചു കൊണ്ട് ചലേ ചലോ മുന്നേറണം. അപ്പം അത്രത്തോളം പ്രയാസങ്ങളുണ്ടെങ്കിലും നമ്മൾ അതിനെ ലഗാത്താർ കോശിശോംസെ, നമ്മൾ നിരന്തരമായിട്ടുള്ള കഠിനമായിട്ടുള്ള പരിശ്രമത്തിലൂടെ നമ്മൾ അത്ഭുതങ്ങളെ നമ്മൾ കാണിച്ചു കൊടുക്കണം. ബദലേ ഖസാൻ നസീർ ചമൻ മേ ബഹാർ സെ, വോ ഗീത് ജിന്ദഗി കെ സുനാത്തെ ചലേ ചലോ. ബദലേ ഹസാൻ, ഹസാൻ എന്ന് പറഞ്ഞാൽ ശരത്കാലം, അതായത് ഇല പൊഴിയുന്ന കാലം. ഈ ഒരു കാലത്തിൽ ചമൻമേ ബഹാർ സെ, ബഹാർ സമയത്ത് അത് വസന്തകാലത്തിൽ എങ്ങനെയാണോ ഒരു പൂന്തോട്ടം മനോഹരമായിരിക്കുന്നത് അത്രത്തോളം അതിനെ മനോഹരമാക്കാനാണ് പറയുന്നത്. വോ ഗീത്, ആ ഒരു ഗീതം ജിന്ദഗി കെ സുനാത്തെ ചലേ ചലോ, ജീവിതത്തിൽ ഉടനീളം ഈ ഒരു ഗാനം കേൾപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നേറാനായിട്ട് ശ്രമിക്കണം. വളരെ സിമ്പിളാണ്. കുറച്ച് പുതിയ പദങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ വേർഡുകളൊക്കെ നമ്മൾ ഓർത്തിട്ട് പോവുക, എല്ലാം പഠിച്ചിട്ട് നന്നായിട്ട് എഴുതുക. ഓക്കെ. അടുത്ത നസ്മ് ഹമാരി താരീഖ്, ജാൻ നസാൻ അഖ്തറിൻ്റെ ഹമാരി താരീഖ്. ഇതിലെന്താ പറയുന്നത് നോക്കൂ. നമ്മുടെ ഇന്ത്യയുടെ ചരിത്രമാണ്. ഹിന്ദുസ്ഥാൻ അപ്പനെ സക്കാഫത്ത് മസ്ഹബി ഔർ ലിസാനി തനവ്വു കെ ബാസ് ഏക് മുൻഫരിദ് മുൽക്ക് ഹെ. ഇന്ത്യ എന്ന് പറയുന്നത് അതിൻ്റെ സാംസ്കാരികവും അതിൻ്റെ മതത്തിൻ്റെയും അതിൻ്റെ ഭാഷാ വൈവിധ്യത്തിൻ്റെയും എല്ലാ കാരണങ്ങൾ കൊണ്ടും ഇതൊരു സവിശേഷ രാജ്യമാണ്. യഹാം കെ മുഖ്തലിഫ് റിസ്മ റിവാജ് ഔ തഹ്വാർ മുൽക്ക് കെ ഖൂബ്സൂരത്തി ബഡാത്തെ ഹെ. ഇവിടെയുള്ള വ്യത്യസ്ത തരത്തിലുള്ള ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ആഘോഷങ്ങൾ എല്ലാം ഈ ഒരു രാജ്യത്തിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നു. സദിയോം സെ മുഖ്തലിഫ് തഹസീബ് ഔർ മസാഹിബ് കെ ലോഗ് യഹാം അമൻ ഔർ മുഹബ്ബത്ത് കെ സാത്ത് രഹത്തെ ഹെ. സദിയോം സെ,
അതായത് വർഷങ്ങൾ നൂറ്റാണ്ടുകളായിട്ട് മുഖ്തലിഫ് തഹസീബ് വ്യത്യസ്ത തരത്തിലുള്ള സംസ്കാരമുള്ളവരും മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും അമിൻ ഔർ മുഹബത്ത് കെ സാത്ത് സ്നേഹത്തോടെയും സമാധാനത്തോടെയും കൂടെയും ജീവിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇന്ത്യയുടെ ആ ഒരു ചരിത്രത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു നസ്മാണ് ജാൻ നിസാർ അഖ്തർ നമുക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത്. നമുക്ക് ഇതിലെ വരികളുടെ അർത്ഥം ഒന്ന് നോക്കാം. कोई भी घर हो दिवाली के दिए जलते थे, ईद भर देती थी सीनों में उजाले क्या किया, रंगे होली का हर एक दिल में बखर जाता था, चेहरे चेहरे पे दमक उड़ते थे लाके क्या किया. कोई भी घर हो दिवाली के दिए जलते थे, എല്ലാ വീടുകളിലും ദീപാവലിയുടെ ദീപങ്ങൾ തെളിഞ്ഞിരിക്കുന്നു. ഈദ് ഭർ ദേത്തി തി സീനോ മെ ഉജാലെ ക്യാ കിയ, അതായത് എല്ലാവരുടെ മനസ്സുകളിലും പെരുന്നാൾ എന്ന് പറഞ്ഞാൽ പെരുന്നാൾ, എല്ലാ സീനോ എന്ന് പറഞ്ഞാൽ നെഞ്ച് അല്ലേ, മനസ്സ് എന്നൊക്കെയുള്ള അർത്ഥമാണ്. എല്ലാ മനസ്സുകളിലും പ്രകാശം കൊണ്ട് നിറച്ചിരിക്കുന്നു. और रंगे होली का हर एक दिल में बिखर जाता था. രംഗെ ഹോളി എന്ന് പറയുന്നത് നിറങ്ങൾ കൊണ്ടുള്ള ആഘോഷമാണ്. ഇത് ഓരോ മനുഷ്യ മനസ്സിൻ്റെയും മനസ്സുകളിൽ അതിൻ്റെ ആ നിറങ്ങൾ കൊണ്ട് ബിഖർ ജാതാത ചിതറിക്കൊണ്ടിരിക്കുകയാണ്. ചെഹരെ ചെഹരെ പെദമക് ഒടുത്തേത്തെ ലാക്കിയ ക്യാക്കിയ, ഓരോ മുഖങ്ങളിലും എത്ര ട്യൂലിപ്പ് ഫ്ലവേഴ്സാണ് വിരിഞ്ഞു നിൽക്കുന്നത്. അതായത് വ്യത്യസ്തമായിട്ടുള്ള ആഘോഷങ്ങളുണ്ടെങ്കിലും എല്ലാ ആഘോഷങ്ങളും എല്ലാ മതവിഭാഗങ്ങളും ഒറ്റക്കെട്ടായി ഒരുപോലെ ആഘോഷിക്കുന്ന ഒരേ ഒരു രാജ്യമെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഓരോ മുഖങ്ങളിലും നമുക്ക് ആ ഒരു സന്തോഷം വിടർന്നു നിൽക്കുന്നതായിട്ട് കാണാം. ए वतन हम तेरी तारीख लिखेंगे फिर से, तेरी तारीख है दिल जोई व दिलदारी की. അതായത് വത്തൻ ഇന്ത്യയോട് പറയാണ്, രാജ്യമേ, ഹം തെരി താരേ, ഞങ്ങൾ നിന്റെ ചരിത്രം വീണ്ടും ഒരു പ്രാവശ്യം കൂടി എഴുതട്ടെ. തെരി താരേഹ്, നിന്റെ ചരിത്രം എന്ന് പറയുന്നത് ദിൽ ജോയി, അത് എപ്പോഴും മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. ദിൽ ദാരി കീഹെ, മനസ്സിനെ ആനന്ദിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. തെരി താരേഹ് മുഹബത്ത് കെഹെ, നിന്റെ ചരിത്രം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെതാണ്. അതേപോലെ തന്നെ വഫാ കി താരേഹ്, വഫ എന്ന് പറഞ്ഞാൽ വിശ്വസ്തത, നിന്റെ ഈ ഒരു ചരിത്രം എന്ന് പറയുന്നത് വിശ്വസ്തതയുടെ ചരിത്രമാണ്. തെരി താരിഖ് ഒഹോത്ത് കീഹെ, നിന്റെ ചരിത്രം എന്ന് പറയുന്നത് ഒഹോത്ത് എന്ന് പറഞ്ഞാൽ സാഹോദര്യത്തിൻ്റെതാണ്. അവർ രവാദാരി കീഹെ, സഹിഷ്ണുതയുടെയും ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മത്ലബ് ചോദിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാം. शेर में शायर कहता है कि वतन की तारीख एक बार भी फिर लिखेंगे, और तेरी तारीख, हमारा हिंदुस्तान की तारीख दिल जोई है, और हिंदुस्तान की तारीख दिलदारी है, और हिंदुस्तान की तारीख മുഹബത്ത് കെ ഹെ और വഫാ കെ ഹെ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതിൻ്റെ മത്ലബ് നമുക്ക് എഴുതാൻ പറ്റും. और हिंदुस्तान की तारीख उहूद की है और रवादारी की है, ഇത്രയും എഴുതിയാൽ നമുക്ക് അതിനുള്ള ഫുൾ മാർക്ക് നമുക്ക് ലഭിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ സിമ്പിളായിട്ട് നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ലൈന് നോക്കൂ. तेरी तारीख है कुरान का गीदा का वर्क, आशिकी अमन അഹിംസ കെ ഉസൂലോं का सबक, तेरी तारीख है, നിന്റെ ചരിത്രം ഇങ്ങനെയാണ്. ഖുർആനിൻ്റെയും ഗീത കവർ, ഗീത എന്ന് പറയുന്നത് ഏതാണ്? ഭഗവത്ഗീത, അതിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ പേജുകൾ. അപ്പോൾ അതിൻ്റെ ഭഗവത്ഗീതയുടെ ചരിത്രവും അതേപോലെ തന്നെ ഖുർആൻ്റെ ചരിത്രവുമൊക്കെയാണ് നിന്നിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്നത്. ആഷ്തി അമൻ അഹിംസാക്കെ ഉസൂലോं का सबक, ആഷ്തി എന്ന് പറഞ്ഞാൽ ഇത്തിഫാക്ക്, ആ ഒരു ഐക്യം, അമൻ എന്ന് പറഞ്ഞാൽ സമാധാനം, അഹിംസാക്കെ ഉസൂലോं का सबक, ഇത്തരത്തിലുള്ള നിയമങ്ങളുടെ പാഠങ്ങളാണ് ഇത്തരത്തിലുള്ളത്. സമാധാനം, ഐക്യം, അഹിംസ തുടങ്ങിയിട്ടുള്ള ഉസൂലുകളുടെ സബക്കുകളാണ്, സബക്ക് എന്ന പാഠങ്ങളാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പഠിപ്പിച്ച് തന്നിട്ടുള്ളത്. ദുഹർ സെ അപ്ന മുഖാബിൽ കോയി അബ് തക് ന ഉഠ, ലോകത്തിൽ, ദുഹർ എന്ന് പറഞ്ഞാൽ ലോകം, ദുനിയാവിൽ ഇത്തരത്തിൽ നിന്നോട് മത്സരിക്കാനായിട്ട് ഇന്നാരും തന്നെ ഇതുവരെ ജനിച്ചിട്ടില്ല. കോയി ഗൗതം, കോയി ചിഷ്തി, കോയി നാനക്കിന് ഉട, എവിടെയും അതേപോലെ ഇവിടെ ഉണ്ടായിരുന്ന ഗൗതം ബുദ്ധ, ഖ്വാജ മൊഹീദ്ദീൻ ചിഷ്തി, ഗുരുനാനക് തുടങ്ങിയിട്ടുള്ള മഹത്തായ ആത്മീയ നേതാക്കൾ പിറന്ന ഒരു രാജ്യമായിരുന്നു ഇത്. ഇത്തരത്തിലുള്ള ഈ നേതാക്കൾ പിന്നെ എവിടെയും
പിറന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യയുടെ ആത്മീയ സമ്പത്തിനെയും അതിൻ്റെ ആഴത്തിലുള്ള സാംസ്കാരിക വേരുകളെയുമാണ് സൂചിപ്പിക്കുന്നത്. ഇനി അടുത്ത ലൈൻസ് നോക്കൂ. आज आजाद है हम, जहन हमारा आजाद, तंग जज्बात के घेरों से निकल आए हैं, जो फरंगी के सियासत ने कभी बोए थे, उन तअस्सुब के अंधेरों से निकल आए हैं. ആജ് ആസാദ് ഹേ ഹം, ഇന്ന് നമ്മൾ എന്താണ്? സ്വതന്ത്രരാണ്. അവർ ജഹൻ ഹമാര ആസാദ്, നമ്മുടെ ചിന്താഗതികളും ഇന്നെന്താണ്? സ്വതന്ത്രമാണ്. തങ്കെ ജസ്ബാത്ത് കെ ഘീരോം സെ നിക്കൽ ആയേ ഹെ. തങ്കെ ജസ്ബാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇടുങ്ങിയ വികാരങ്ങൾ, ചിന്തകളെയാണ് തങ്ക ജസ്ബാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഇടുങ്ങിയ വികാരങ്ങളിൽ നിന്നും വലയങ്ങളിൽ നിന്നുമാണ് നമ്മൾ പുറത്തു വന്നിട്ടുള്ളത്. അവർ ജോ ഫറങ്കിക്ക് സിയാസത്തിനെ കഭി ഭോയേത്ത, ഇവിടെ വിദേശീയ രാഷ്ട്രീയങ്ങൾ ഒരു വിതച്ചിട്ടുണ്ടായിരുന്ന ഒരു സംഗതികളുണ്ട്, ഒരു രാഷ്ട്രീയമുണ്ട്. ആ ഒരു രാഷ്ട്രീയത്തിൽ നിന്നാണ്, നമ്മുടെ ഈ ഇടുങ്ങിയ വികാരങ്ങളിൽ നിന്നാണ് ഇന്ന് നമ്മൾ മുക്തരായിരിക്കുന്നത്. ഉൻ തഅസ്സുബ് കെ അന്ധേരോം സെ നിക്കൽ ആയേ ഹെ, ഈ ഒരു പക്ഷപാതത്തിന്റെ ഇരുട്ടിൽ നിന്നാണ് നമ്മൾ പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ അത്രത്തോളം നമ്മൾ ഇന്ന് സ്വതന്ത്രരാണ്. एक है अपना वतन, एक जमीन, एक है हम. ഏക് ഹേ അപ്നാ വതൻ, നമ്മുടെ രാജ്യം ഒന്നാണ്, അവർ നമ്മുടെ ഭൂമി ഒന്നാണ്, അതേപോലെ തന്നെ നമ്മളൊന്നാണ്. ഏക് ഹേ ഫിക്കർ വ അമൽ, നമ്മുടെ ചിന്തയും നമ്മുടെ പ്രവൃത്തിയും ഒന്നാണ്. ഏക് യഖീൻ, നമ്മുടെ ഒറ്റ വിശ്വാസമാണ്. और ഏക് ഹേ ഹം, നമ്മൾ ഒന്നാണ്. और കോൻ കഹതാ ഹെ, ആരാണ് പറഞ്ഞത്? കെ ഹം ഏക് നഹി ഹെ, നമ്മൾ ഒന്നല്ല എന്ന്. പക്ഷേ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഹം ഏക് ഹെ, നമ്മൾ ഒന്ന് തന്നെയാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ലൈൻസാണ് ഈ ലാസ്റ്റത്തെ ഈ ഒരു 3 ലൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭാഗ്യം. നമുക്ക് നമുക്കിതിനെ എഴുതാൻ പറ്റും. ഇതിൻ്റെ മത്ലബ് പ്രത്യേകിച്ച് നമ്മളൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു വരികൾ തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മത്ലബ് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഇതിൽ ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കും. നമുക്ക് അടുത്ത നസ്മിലേക്ക് പോകാം. മെഹനത്ത് കി അസ്മത്ത്, അധ്വാനത്തിൻ്റെ മഹത്വം. ജമീർ ജാഫരിയുടെ നസ്മാണ് മെഹനത്ത് കി അസ്മത്ത്. ഇതിൽ പറയുന്നത് അധ്വാനത്തിൻ്റെ മഹത്വത്തെ കുറിച്ചിട്ടാണ്. മെഹനത്ത് ഇൻസാൻ കി തർക്കി കാ റാസ് ഹെ, മനുഷ്യ പുരോഗതിയുടെ രഹസ്യം എന്ന് പറയുന്നത് അധ്വാനമാണ്. ഇൻസാൻ കി കോശിഷോം സെ ഹി ലോകോം കോ ഖുഷിയാ നസീബ് ഹോത്തി ഹെ, മനുഷ്യൻ്റെ പരിശ്രമങ്ങളാണ് അവൻ്റെ സന്തോഷങ്ങളുടെയും അതേപോലെ അവൻ്റെ വിജയങ്ങളുടെയും നസീബ് എന്ന് പറയുന്നത്. മെഹനത്ത് സെ മുഷ്കിലെ കാം ബി ആസാൻ ഹോ ജാത്തേ ഹെ, നമ്മുടെ അധ്വാനത്തിലൂടെ എത്ര പ്രയാസപ്പെട്ട ജോലികളാണെങ്കിലും നമ്മുടെ മെഹനത്ത് കൊണ്ട് ആ ഒരു പണിയെ എന്താക്കി മാറ്റും? ആസാൻ ഹോ ജാത്തി, അതിന് എളുപ്പമാക്കി മാറ്റും. മെഹനത്ത് കെ ബാരേമി എക് നസ്മ് മുലാഹിസ ഹോ, നമുക്ക് മെഹനത്തിനെ കുറിച്ചിട്ടുള്ള ആ ഒരു നസ്മ് നമുക്ക് പഠിക്കാം. मेहनत पथरीली प्यासी मिट्टी से फूल खिलाती है, खेत की हरियाली डाली बन जाती है, फल पाती है. മെഹനത്ത് സെ, അധ്വാനം കൊണ്ട് നമുക്ക് പത്രേലി ഓർ പ്യാസി മിട്ടി, പത്രേലി തരിശായി കിടക്കുന്ന, പ്യാസി മിട്ടി എന്ന് പറഞ്ഞാൽ, പ്യാസ് എന്ന് പറഞ്ഞാൽ ദാഹം, ദാഹിച്ച് കിടക്കുന്ന മണ്ണ് എന്ന് പറഞ്ഞാൽ വരണ്ടുണങ്ങിയ മണ്ണിൽ നിന്നും ഹംകോ മെഹനത്ത് സെ ഫൂൽ ഖിലാത്തി ഹെ, നമുക്കതിൽ നിന്ന് പൂക്കൾ വിരിയിച്ചെടുക്കാം. അതായത് നമ്മുടെ അധ്വാനം കൊണ്ട് നമുക്ക് എത്ര പ്രയാസമുള്ള പണിയാണെന്നുണ്ടെങ്കിലും നമുക്ക് അത് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം നമുക്ക് അനുഭവിക്കാം. ഖേത്ത് കി ഹരിയാലി ഡാലി ബൻ ജാത്തി ഹെ ഓർ ഫൽ പാത്തി ഹെ, നമ്മുടെ അധ്വാനത്തിലൂടെ നമുക്ക് വയലുകളെ നമുക്ക് പച്ചപ്പാക്കി മാറ്റാം, അതിൽ നിന്ന് നമുക്ക് ഫലങ്ങൾ വിളയിച്ചെടുക്കാം. मेहनत मैदानों का सोना चांदी है गुसारों पर, मेहनत ही से आज बशर का हाथ है चांद सितारों पर. മെഹനത്ത് അധ്വാനത്തിലൂടെ കുഹ്സാറോം പർ ഔർ മൈദാനോം സെ, അതായത് പർവ്വതങ്ങളിൽ നിന്നും മൈതാനങ്ങളിൽ നിന്നും നമുക്ക് സോനയും ചാന്തിയും വെള്ളിയും സ്വർണവും നമുക്ക് എടുക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഔർ മെഹനത്ത് ഹി സെ ആജ് ബഷർ കാ ഹാത്ത് ഹെ ചാന്ത് സിതാരോം പർ, ഇന്നത്തെ മനുഷ്യൻ്റെ കയ്യ് അവൻ്റെ അധ്വാനം കൊണ്ട് ചന്ദ്രനിലും മറ്റ് നക്ഷത്രങ്ങളിൽ പോലും എത്തിയിട്ടുണ്ട്. അതായത് നമ്മൾ എത്രത്തോളം അധ്വാനിക്കുന്നുവോ അത്രത്തോളം നമുക്ക് അതിൻ്റെ ഫലം, അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടിയിരിക്കും. അടുത്തത്
जाने कितने कांटे टूटे उनके नंगे पाँवों में, गाँव वाले तब बैठे बरगद की टेंडी छावों में. ജാനെ കിത്തനെ കാണ്ടേ ടൂട്ട്, അതായത് കാണ്ടേ ടൂട്ടിന് മുള്ളുകൾ പൊട്ടിപ്പോകും. എനിക്ക് നങ്കെ പാവം, അവൻ്റെ നഗ്നപാദങ്ങളിൽ തട്ടിയിട്ട് എത്ര മുള്ളുകളാണ് പൊട്ടിപ്പോയിട്ടുള്ളത്. അതിനർത്ഥം അവർ അത്രത്തോളം ഒരു മുള്ള് കൊള്ളുമ്പോഴുള്ള വേദന നമുക്കറിയാം. അപ്പോൾ ആ മുള്ളുകൾ പൊട്ടിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കാലിലുള്ള ആ ഒരു തഴമ്പ്, ആ കാലിൻ്റെ ഒരു ദൃഢതയാണ് അവിടെ പറയുന്നത്. അപ്പോൾ അത്രത്തോളം മുള്ളുകൾ പോലും പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിലും അവൻ്റെ ആ ഒരു പരിശ്രമത്തിൽ നിന്നും അവരൊരിക്കലും മാറിയിട്ടില്ല. ഉൻ മസ്ദൂർ ലോഗ്, ആ ഒരു തൊഴിലാളികൾ. ഗാവ് വാലെ തബ് ബൈറ്റെ ബർഗദ് കി ടെൻഡി ചാവോമി, ഇന്ന് ഗ്രാമവാസികളിരിക്കുന്ന ആ ഒരു ബർഗദ് എന്ന് പറഞ്ഞാൽ ആൽമരം, അതിൻ്റെ ടെൻഡി ചാവും, അതിൻ്റെ ആ ഒരു തണുത്ത ആ ഒരു തണല് ഇന്ന് പിന്നെ മനുഷ്യന്മാർ ഇന്നത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ മുന്നേ അത് നട്ടതും ആ ഒരു മരമാക്കി മാറ്റിയ ആൾക്കാരുണ്ടാവും. അവരനുഭവിച്ചിട്ടുള്ള ആ ഒരു ത്യാഗങ്ങളെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത്. നവേ ബിഷർ കോ ഇസ്സത്തെ ഇസ്മത്ത് കുവത്ത് ദേനെ വാലേ ഹെ, ഈ ഒരു മെഹനത്ത് ലോഗ് എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യരുടെ അന്തസ്സാണ്. ഇസ്സത്തിന് അന്തസ്സാണ്, ഒരു അസ്മത്തെ മഹത്വമാണ്. അവർ കുവത്ത് ബീഹ്, നമുക്ക് കുവത്ത് ദേനെ വാലേ, നമുക്ക് കഴിവുകളും നമുക്ക് ഓരോ മോട്ടിവേഷനായിട്ട് നിൽക്കുന്ന ആൾക്കാരുമാണ്. ജിൻ ചെഹരോം പെ ഗിർദ് ജമീഹെ, അവരുടെ മുഖങ്ങളിൽ എപ്പോഴും പൊടികൾ പിടിച്ചിട്ടുണ്ടാവും. അവർ ജിൻ ഹാത്തോം പർ ചാലേഹെ, അവരുടെ കൈകൾ എന്ന് പറയുന്നത് തഴമ്പ് പിടിച്ചിരിക്കും. ദാനെ ദാനെ ചുൻകർ ലായ ജാത്താ ഹെ അമ്പാറോമേ, അപ്പോൾ ദാനെ ദാനെ എന്ന് പറയുമ്പോൾ ഓരോരോ ധാന്യങ്ങൾ ശേഖരിച്ച് കൊണ്ടുവന്നിട്ട് അതിനെ കൂമ്പാരങ്ങളാക്കി മാറ്റുന്നു. അവർ ചൽത്താഹെ ഇൻസാൻ തോ ഫിർ ജൽത്തേഹെ ദിയെ ബാസാറോമേ, എന്നിട്ട് അവർ എവിടേക്കാണ് നടക്കുന്നത്? ബാസാറോമേ, അല്ലെ, അവർ അങ്ങാടിയിലേക്ക് നടക്കുകയാണ്. ഫിർ ഉൻകി വജാസെ എ ബാസാർ ജൽത്തേ ഹെ, അതായത് ഈ കച്ചവടങ്ങളെല്ലാം ഉണ്ടായിട്ട് ആ ബാസാറിൻ്റെ ആ ഒരു മനോഹാരിത അവിടെ ഉണ്ടാകുന്നത് ഈ കർഷകരുടെ മസ്ദൂർ ലോകക്കെ ഹാത്തോം സേഹെ, ഈ അധ്വാനിക്കുന്ന തൊഴിലാളികളുടെ കൈകളുടെ ഫലമാണ് അവിടെയുള്ള ബാസാറിലുള്ള ഓരോ സാധനങ്ങളും. ആ ബാസാർ രാത്രി പോലും അവിടെ ഇങ്ങനെ കത്തി പ്രകാശിച്ചു കൊണ്ട് നിൽക്കുന്നത് ഇൻ മസ്ദൂറോംക്ക് ഹാത്ത് കെ ഫൽ ഹെ, ഈ മസ്ദൂർ ലോകികളുടെ കൈയിൻ്റെ ആ ഒരു മഹത്വമാണ്. ഇനി 4th യൂണിറ്റിലുള്ള ഹവ എന്ന് പറഞ്ഞിട്ടുള്ള നസ്മാണ് ചെയ്യാനുള്ളത്. അത് സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാനലിൽ പോയാൽ മക്കൾക്ക് ആ ഒരു വീഡിയോ കാണാം. ഇനി ഈ മെഹനത്തിക്ക് അസ്മത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നസ്മിൻ്റെ ആ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള 2 ചോദ്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദേശ് കി തർക്കീമെ മസ്ദൂറോं का बड़ा हाथ है വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. മസ്ദൂറോं की अहमियत के बारे में लिखिए, മസ്ദൂറുകളുടെ പ്രാധാന്യത്തെ കുറിച്ചിട്ട് എഴുതാനാണ്. മസ്ദൂർ മെഹനത്ത് മസ്ദൂരി കർത്തേ ഹെ और वो दुनिया को ആകെ ചലാനെ വാലേ ഹെ, അല്ലേ, നമ്മുടെ രാജ്യത്തെ നമ്മുടെ ലോകത്തിന് മുന്നോട്ട് നയിക്കുന്നവരാണ് ഈ മസ്ദൂർ ലോഗ്. और മെയ് 1 को യോമെ മസ്ദൂരി മനായ ജാത്തെ, മെയ് 1 നമ്മൾ തൊഴിലാളി ദിനമായിട്ട് ആചരിക്കുന്നത്. മസ്ദൂർ ലോഗ് കാർഖാനേമേം ബി കാം കർത്തേ, ഫാക്ടറികളിലും ജോലി ചെയ്യുന്നത് ഇവരാണ്. ജിന്ദഗിക്ക് ജരൂരിയാത്ത് പൂരി കർണേ കെ ലിയെ വോ മസ്ദൂരി കർത്തേ ഹെ, ജീവിതത്തിലുള്ള ജീവിതാവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു മസ്ദൂരി ചെയ്യുന്നത്. ദുനിയാ കി തമീറാൻ സേഹെ ദാമീർ ഉൻസേഹെ, ലോകത്തിൻ്റെ പുരോഗതി, ലോകത്തിൻ്റെ നിർമ്മിതി എന്ന് പറയുന്നത് ഇവരിലൂടെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ സിമ്പിളായിട്ടുള്ള പോയിന്റ്സുകളാണ്. ഇത് പഠിച്ചിട്ട് ഇങ്ങനെയൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ മക്കൾ നന്നായിട്ട് അത് എഴുതാം. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം. मजदूरों के हालात बेहतर बनाने के लिए आप क्या मुशवरा देंगे लिखिए, മസ്ദൂറുകളുടെ ഈ ഒരു അവസ്ഥയിൽ നിന്നും അവരെ ഒന്നുകൂടി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഉപദേശങ്ങളാണ് നിങ്ങൾ കൊടുക്കുന്നത്? അത് എഴുതാനാണ് അടുത്ത ചോദ്യം വന്നിട്ടുള്ളത്. മസ്ദൂറോക്ക് മുനാസിബ് ഓർ ബാർ വക്ത് തൻഖ്വാഹ് മിൽനി ചാഹിയെ, അതായത് പണിയെടുത്ത് അപ്പം തന്നെ കൂലി കൊടുക്കുക. കാം കാ ജൽദി പർ മഹ്ഫൂസ് മാഹോൽ ഫറാഹം കിയാ ജായ്, അവരുടെ ജോലി സ്ഥലങ്ങൾ സുരക്ഷിതത്വം ഉള്ള ഒരു അറ്റ്മോസ്ഫിയർ ആക്കി മാറ്റുക. ബച്ചോं की तालीम के लिए मजदूरों को तालीमी മദദ് കീഹെ, അതായത് ഈ അവരുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. മസ്ദൂറോക്ക് കാനൂനി തഹഫുസ് മിലേഹെ, തൊഴിലാളികളുടെ നിയമമായിട്ടുള്ള സംരക്ഷണങ്ങൾ അവർക്ക് ഉറപ്പുവരുത്തുക. സിഹത്ത് കി ബഹ്തർ സഹൂലത്ത്
ദി ജാതി ഹെ. ആരോഗ്യപരമായിട്ടുള്ള ആരോഗ്യം നന്നാക്കാനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക. റിഹായിഷ് കി സഹൂലത്ത് ഫറാഹം കി ജായെ और മസ്ദൂറോं को സമാജി ഇസ്സത്ത് ദി ജാതി ഹെ. നമ്മുടെ സമൂഹത്തിൻ്റെ അന്തസ് എന്ന് പറയുന്നത് ഉൻ മസ്ദൂർ ലോഗ് ഹെ. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കമൻ്റായിട്ട് അറിയിക്കണം. കൂടാതെ മക്കളെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ മക്കളുടെ നാളത്തെ എല്ലാവരുടെ എക്സാമും നല്ല എളുപ്പമായിരിക്കട്ടെ. ടീച്ചർ പ്രാർത്ഥിക്കുന്നുണ്ട്, കൂടെ പഠിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ശുക്രിയ.